ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബീഫ് ഉലത്തിയത്, ബീഫ് ഫ്രൈ എന്നൊക്കെ പറയും. എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ബീഫ് ഉലത്ത് അല്ലെങ്കിൽ ബീഫ് ഫ്രൈക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ബീഫ് ഫ്രൈക്ക് വേണ്ട ബീഫ് എടുത്തിരിക്കുന്നത് ബോൺലെസ് ആണ്. അത് നമുക്ക് വേണ്ടത് ചെറുതായിട്ട് ഇങ്ങനെ ക്യൂബായിട്ട് അരിഞ്ഞെടുത്തത് ഒരു 2 കിലോ. സവാളയാണ് 5 എണ്ണം, അതിൽ ഇതുപോലെ സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തത്. 3 കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. ഒരു 1.5 കുടം വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. അപ്പോൾ ഇതുപോലെ പച്ചമുളക് അതുപോലെ 2ആയിട്ട് കീറിയെടുത്തത് ഒരു 8 പീസുണ്ട്. കറിവേപ്പില ആവശ്യത്തിന്, തേങ്ങാക്കൊത്ത് ആവശ്യത്തിന്, കുറച്ച് ചെറിയ ഉള്ളി 200 ഗ്രാം. ഈ ബീഫ് ഫ്രൈക്ക് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ വെളിച്ചെണ്ണ നല്ല ആവശ്യത്തിന്, ഉപ്പ് പാകത്തിന്, മഞ്ഞൾപ്പൊടി 2 ടേബിൾ സ്പൂണ്, മല്ലിപ്പൊടി നമ്മൾ 3.5 ടേബിൾ സ്പൂണ് ഉപയോഗിക്കുന്നു. കാശ്മീരി ചില്ലി പൗഡർ കളർ ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എരിവ് കുറവായതുകൊണ്ട് ഒരു 5 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി ഉപയോഗിക്കുന്നു. ഗരം മസാലയാണ്. ഗരം മസാലേൻ്റെ ടേസ്റ്റിനനുസരിച്ച് 2 ടേബിൾ സ്പൂണാണ് ഉപയോഗിക്കുന്നത്. കുരുമുളക് പൊടി നമുക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതനുസരിച്ച് നോക്കിയിട്ട് ഇവിടെ നമ്മൾ 2 ടേബിൾ സ്പൂൺ ഉപയോഗിക്കുന്നുണ്ട്. അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. അപ്പോൾ പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 തവി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, അതിലേക്ക് നമ്മൾ പച്ചമുളകും ഇട്ട് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നതിന് പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയാണ്. ഇതോട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഒരല്പം കറിവേപ്പിലയും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് നമുക്കൊരു 3 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു 2 സ്പൂണ് മല്ലിപ്പൊടിയും ഒരു 2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഒന്ന് റെഡിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ബീഫ് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1.5 സ്പൂണ് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഇതിന് നല്ല ഒരു തിള വന്നിട്ടുണ്ട്. ഈ ബീഫ് നമ്മുടെ വാരിയലിൻ്റെ ആ ഭാഗത്തുള്ള മീറ്റാണ്, അതിൻ്റെ തൊട്ട് മുകളിലോട്ട് വരുന്ന ആ ഭാഗത്തുള്ള മീറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അധിക വേവില്ല. അല്ലാതെ കുറച്ച് കട്ടിയുള്ള ബീഫാണെങ്കിൽ നമുക്കത് കുക്കറിൽ ഒരു ഹൈ ഫയറിൽ ഒരു വിസിലടിച്ചു കഴിഞ്ഞിട്ട് ഒരു 3 വിസിൽ സ്ലോ ഫയറിൽ അടുപ്പിച്ചെടുക്കണം, എന്നാലേ അത് വെന്ത് കിട്ടത്തുള്ളൂ. ഇത് വളരെ കട്ടി കുറഞ്ഞ ഭാഗത്തുള്ള ഒരു മീറ്റാണ്. അതുകൊണ്ട് ഒരു 30 മിനിറ്റ് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ബീഫ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ തേങ്ങയും നമ്മുടെ ചെറിയ ഉള്ളിയും കൂടെ ഇതിൻ്റെ ഒന്ന് വഴറ്റിയെടുക്കണം.
ഈ തേങ്ങക്കൊത്തും ചെറിയ ഉള്ളിയും കൂടെ ഉള്ളതൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും 2 സ്പൂണ് മുളക് പൊടിയും കൂടെ ഇട്ട് നമുക്കൊന്ന് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മളുടെ ബീഫ് ഏകദേശം നല്ല കുക്കായി വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തുണ്ടായിരുന്ന വെള്ളമെല്ലാം വറ്റി ഒന്ന് വരണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇച്ചിരി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അതാണ് അതിൻ്റെ ഫ്രൈ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കി ഇവിടെ വെച്ചിരിക്കുന്ന തേങ്ങയും ഉള്ളിയും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ ബീഫ് ഏകദേശം ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടി, അതേപോലെ തന്നെ നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന ഗരം മസാല ഉണ്ടല്ലോ, ആ ഗരം മസാല, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അതിലൂടെ നമ്മൾ അല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ആ വെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ട് നമുക്കത് നല്ലതായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മളുടെ ബീഫ് ഫ്രൈ, അതായത് ബീഫ് ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കിയത് ബീഫ് ഫ്രൈ ആണ്. ആ ബീഫ് ഫ്രൈ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ആ ഫ്രണ്ട്സിന് കൊടുത്തുകൊണ്ട് നല്ല, അതായത് മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ പറയുന്ന ഒരു പൊറോട്ടയും ബീഫ് ഫ്രൈയും കൂടെ ഒക്കെ ഒന്ന് കഴിക്കാന്നൊക്കെ പറയുന്ന ഒരു സാധാരണ സാധനം തന്നെയായിരിക്കും. നമുക്കത് അവർക്ക് കൊടുത്തോണ്ടേ ഒന്ന് ചോദിക്കാം എങ്ങനെയുണ്ടെന്ന്. അസാധ്യ ടേസ്റ്റ്, നമ്മുടെ നാട്ടിൽ കഴിക്കണ അതുപോലെ തന്നെ അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി ബീഫ് ഫ്രൈ, സെയിം നാടൻ ബീഫ് ഫ്രൈയും പൊറോട്ടയും സൂപ്പറിൽ സൂപ്പർ. സൂപ്പർ. തമാം, അടിപൊളി അടിപൊളി തമാം. കൊള്ളാം, അടിപൊളി ടേസ്റ്റ്, നല്ല നാടൻ, നല്ല അമ്മമാരുണ്ടായി തരുന്ന അതുപോലത്തെ ടേസ്റ്റ്. ഒന്നും പറയല്ല. അടിപൊളി ബീഫാണ്, നല്ല ടേസ്റ്റിയാണ്. പൊറോട്ടയുടെ കൂടെ ரொம்ப ടേസ്റ്റിയാണ്. ഒന്നും പറയാനില്ല, കാര്യമായ ഫുഡ്. എല്ലാവരും എന്താ അറിയോ, ഇതൊന്ന് ട്രൈ ആക്കണം. എല്ലാവരും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ പുതുതായി ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അടുത്ത ആഴ്ചയിൽ പുതിയൊരു വിഭവമായി എത്തുമ്പോഴേക്കും ഗുഡ് ബൈ.